नयनों में प्रेम धार, वचनों में अमृत धार, सद्गुरु साई मेरा जीवन का आधार. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സാഷ്ടാംഗ പ്രണാമം. ജയ് സായിറാം. ഭഗവാന്റെ 9 പോയിന്റ് കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറയുന്ന ഒരു വിഷയമാണ് സ്പീക്ക് സോഫ്റ്റ്ലി ആൻഡ് സ്വീറ്റ്ലി ടു എവ്രിബഡി ഹൂം യു കം ഇൻ ടു കോൺടാക്ട് വിത്ത്. നമ്മൾ ആരായിട്ട് ഇടപഴകുന്നുവോ അവരുടെ അടുത്തെല്ലാം മധുരമായി സംസാരിക്കുക, സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്ന് പറയും. അതെപ്പോഴും സാധ്യമാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരാം. അപ്പോൾ അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് കാണിച്ചു തരാൻ ഭഗവാൻ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ട് ഭഗവാൻ പറയുന്നൊരു കാര്യമാണ്, ചില ഘട്ടങ്ങളിലെ ജീവിതത്തിൽ ചിലവരുടെ അടുത്ത് നമുക്ക് നോ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് മധുരമായിട്ട് സംസാരിക്കുക, സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരാം. അപ്പോൾ അതിന് ഭഗവാൻ നമുക്ക് തരുന്നൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കനോട്ട് ഓൾവേസ് ഒബ്ലൈജ് ബട്ട് യു കൻ ഓൾവേസ് സ്പീക്ക് ഒബ്ലൈജിംഗ്ലി. എപ്പോഴും നമുക്ക് യെസ് പറയാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ നോ പറയുന്ന സിറ്റുവേഷനിലും അത് ഭംഗിയായിട്ട് പറയാം എന്ന് ഭഗവാൻ പറയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടൊരു ഭക്തൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. അദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വരും, ആൾക്കാരെ ജോലിക്ക് എടുക്കാൻ കുറേ സമ്മർദ്ദമൊക്കെ വരും. അപ്പോൾ ഇദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്, എല്ലാം റൂൾസ് അനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറേ റെക്കമെൻഡേഷനൊക്കെ വരുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് നോ എന്ന് പറയും. അപ്പോൾ നോ എന്ന് പറയുന്ന സമയത്ത് ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ശക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്, നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്, അവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ അങ്ങനെ തുടർന്ന് സംഭവിച്ചപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു, ജോലി വിടാൻ തീരുമാനിച്ചു. പക്ഷെ ജോലി വിടുന്നതിന് മുമ്പ് ഭഗവാന്റെ അടുത്തൊരു ടെലിഗ്രാം അയച്ചു, സ്വാമി ഞാനിങ്ങനെ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉടനെ പ്രശാന്തിനിലയത്തേക്ക് വരാൻ പറഞ്ഞു. പ്രശാന്തിനിലയത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം ഇതാണ്. ഭഗവാൻ പറഞ്ഞു, ബംഗാരു നിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് ഭഗവാൻ പറയാണ്, യു കനോട്ട് ഒബ്ലൈജ് ബട്ട് യു കൻ ഓൾവേസ് സ്പീക്ക് ഒബ്ലൈജിംഗ്ലി. അപ്പോൾ ഭഗവാൻ പറയാണ്, ആരെങ്കിലും ഒരു റെക്കമെൻഡേഷനായിട്ട് നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ ആ കൂടി പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശ്രമിക്കാം, ഐ വിൽ ട്രൈ എന്ന് മാത്രം പറയാം. എന്നിട്ട് നീ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യണോ അത് മാത്രം ചെയ്താൽ മതി. പക്ഷേ ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരിക്കും തന്നെ ആരാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവർക്ക് ആ റൂൾസ് അനുസരിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ റെക്കമെൻഡ് ചെയ്ത ആൾ വിചാരിക്കും നീ ശ്രമിച്ചിട്ടാണ് അത് കിട്ടിയെന്ന് വിചാരിക്കും. അല്ല, അത് റൂൾസ് അനുസരിച്ച് ഈ ആൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഈ റെക്കമെൻഡ് ചെയ്ത ആൾ എന്താ വിചാരിക്കുക, നീ മാക്സിമം ശ്രമിച്ചു, നീ ശ്രമിച്ചിട്ടും അത് കടന്നിട്ടും അത് യു ട്രൈഡ് എ ലോട്ട്, പക്ഷേ നീ ശ്രമിച്ചിട്ടും അത് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ അവർ തൃപ്തിപ്പെടും. അപ്പോൾ യു കനോട്ട് ഓൾവേസ് ഒബ്ലൈജ് ബട്ട് യു കൻ സ്പീക്ക് ഒബ്ലൈജിംഗ്ലി എന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ലെസൺ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം.